തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും വലിയ അഭിഷേകത്തിൻ്റെ ഒരു വചനമായി പരിശുദ്ധാത്മാവ് നൽകുകയാണ്. സാധിക്കുന്നവരെല്ലാവരും വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു. നമ്മൾ ഒരുമിച്ച് വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നു. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം നമുക്കൊക്കെ വളരെ പരിചയമുണ്ട്. അനേക കഥാപാത്രങ്ങളെ നമ്മൾ അതിൽ പരിചയപ്പെടുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ പഴയ നിയമത്തിലെ ജോസഫ് വളരെ വ്യക്തമായ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം. അവസാന അധ്യായമാണ് 50-ാം അധ്യായം. അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ജോസഫ് ഒരു ആത്മീയ സത്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ജോസഫിനെ നമുക്ക് പരിചയമുണ്ട്. ജോസഫിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ കടന്നുപോയവൻ. ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ വല്ലാണ്ട് ഉപദ്രവിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു. ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ ഈ ജോസഫിന് കടന്നു പോകേണ്ടി വന്നു. വർഷങ്ങളേറെ കഴിഞ്ഞു. പിന്നീട് അധികാരവും പണവുമൊക്കെ ഈ ജോസഫിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പഴയ സഹോദരന്മാർ ഒരിക്കൽ കൂടെ ജോസഫിൻ്റെ മുമ്പിൽ വരുന്ന രംഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ജോസഫ് സഹോദരന്മാരെ കാണുകയാണ്. ജോസഫിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ജോസഫ് അവരോട് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. അതിൽ യാതൊരു സംശയവുമില്ല. ജോസഫിനെ അത്രമാത്രം അവർ പീഡിപ്പിച്ചു. എന്നാൽ അടുത്ത വചനം ശ്രദ്ധിച്ചോണം. പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റി. എന്നിട്ട് ജോസഫ് ഒരു കാര്യം കൂടെ പറയും: ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. അനേകം പേർക്ക് രക്ഷയായിട്ടാണ് ഞാൻ അപ്രകാരം സഹിച്ചത്, ദുഃഖത്തിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് ഇന്ന് സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ജോസഫ് അന്ന് പഠിപ്പിച്ച കാര്യം വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുക: ഈ ജോസഫ് എന്നോടും ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിൽ ഇന്നലകളിലെ ദുഃഖം, മറ്റുള്ളവർ പറ്റിച്ചതിൻ്റെ, വേദനിപ്പിച്ചതിൻ്റെ, ഒറ്റപ്പെടുത്തിയ അനുഭവത്തിൻ്റെയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഓർക്കുന്തോറും നമ്മുടെ ഉള്ളിൽ അവരോട് അരിശം, ദേഷ്യം, കോപം വർദ്ധിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക: ഇന്നലകളിൽ നീ അനുഭവിച്ച ആ ദുഃഖവും കൈപ്പേറിയ അനുഭവങ്ങളും ദൈവം നന്മയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു സമ്പത്തിൻ്റെ ശേഖരണമായി ഇന്നലകളിലെ ദുഃഖത്തെ കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു ആത്മീയ സത്യമാണിത്. എവിടെ പരാജയമുണ്ടായോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ ഒരു വ്യക്തി പരിഹസിക്കപ്പെട്ടോ, എവിടെയാണോ താഴ്ത്തപ്പെട്ടത് അവിടെ തന്നെ ദൈവം ആ വ്യക്തിയെ ഉയർത്തും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ഇതുപോലെ പരിഹസിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, പരാജയപ്പെട്ട, കണ്ണുനീർ കുടിച്ച അനുഭവങ്ങളില്ലേ? എന്നാൽ ആത്മീയമായി ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും: എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ടത് അവിടെ ദൈവം ഉയർത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ഈ ആത്മീയ സത്യം പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ
നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ സിസ്റ്റർ സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ഈ സിസ്റ്ററിനെ പരിചയമുണ്ട്. കാരണം ഒത്തിരിയേറെ വേദനകളിലൂടെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ ഈ സിസ്റ്ററിൻ്റെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞ നാളുകളിൽ ഈ സിസ്റ്റർ അനുഭവിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ സിസ്റ്ററിനെ ആ സഭ അവരുടെ അധികാരിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, എവിടെയാണോ ഞാൻ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ ഞാൻ പരിഹസിക്കപ്പെട്ടത്, അവരുടെ മുമ്പിൽ തന്നെ എന്നെ എൻ്റെ കർത്താവ് ഉയർത്തിയിരിക്കുന്നു. ഇത് ഒരു ആത്മീയ സത്യമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി പ്രകാശം നമുക്കെല്ലാവർക്കും ലഭിക്കും. നിന്ദിക്കപ്പെട്ട അതേ സ്ഥലത്ത്, അതേ വ്യക്തികളുടെ മുമ്പിൽ ദൈവം നമ്മളെ ഉയർത്തും. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് ചെങ്കടൽ കടക്കുന്ന ദൈവജനം. ആ ചെങ്കടൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. കാനാൻ ദേശത്തേക്കുള്ള അവരുടെ യാത്രയിൽ ചെങ്കടൽ ഒരു പ്രതിബന്ധമായിരുന്നു, അവരുടെ ഏറ്റവും വലിയ തടസ്സം. എന്നാൽ അതേ ചെങ്കടലിനെ ഇന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? അതേ ചെങ്കടലിനെ അവരുടെ രക്ഷയുടെ ഒരടയാളമാക്കി ദൈവം ഉയർത്തി. ചെങ്കടൽ കടന്ന് അക്കരെ എത്തിയ ജനം ദാ ഫറവോയുടെ സൈന്യം ആ ചെങ്കടലിൽ പെട്ടാണ് നശിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ തടസ്സമായ ഒന്നിനെ തന്നെ ദൈവം ഇതാ അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി മാറ്റിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നിർത്തുന്ന ഈ ചെങ്കടൽ അനുഭവത്തിന് തൊട്ടടുത്ത അധ്യായം വളരെ മനോഹരമായൊരു അധ്യായമാണ്. അവിടെയാണ് നമ്മൾ ഇസ്രായേൽക്കാരുടെ തനി സ്വഭാവം വെളിപ്പെടുന്നത്. പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ഉള്ളിലുള്ള ഒരു ചെറിയ സ്വഭാവ ശൈലിയാണ്. എന്താണ് ആ സംഭവം എന്നറിയോ? കടൽ കടന്ന ജനം മുമ്പോട്ട് നീങ്ങുമ്പോൾ അവർ മാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. സ്ഥലത്തിൻ്റെ പേര് മാറ. ആ സ്ഥലത്തെത്തുമ്പോൾ അവർ കുടിക്കാനായി വെള്ളമെടുക്കുന്നു. എന്നാൽ ആ ജലം മുഴുവൻ കയ്പ് നിറഞ്ഞ അനുഭവമാണ്. അവർക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ അവർ എന്തു ചെയ്തു? പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സ് 23 വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. ആ കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേരിട്ടു. തൊട്ടടുത്ത വചനം ശ്രദ്ധിക്കണം. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? ഇതാണല്ലോ സ്ഥിരം സ്വഭാവം. നമ്മുടെയും സ്വഭാവം ഇങ്ങനെ തന്നെ. എത്രയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ സംസാര ശൈലി മാറും, നമ്മുടെ നിലപാടുകൾ മാറും. ദൈവമേ, ഇതെന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് തുടങ്ങി അസ്വസ്ഥതകൾ ആരംഭിക്കും. കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. എന്നാൽ അടുത്ത വചനത്തിൽ മോശ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി. എവിടെ വെച്ചാണ്? മാറായിൽ വെച്ച്. മാറ എന്ന് പറയുന്ന സ്ഥലം കയ്പ് നിറഞ്ഞ ഒരു സ്ഥലം. അവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റില്ല. എന്നാൽ ദൈവം ഇടപെട്ടപ്പോൾ അതേ കയ്പ് നിറഞ്ഞ അനുഭവത്തെ മധുരമുള്ളതാക്കി മാറ്റി. ഇത് നമുക്കൊരു പാഠമാണ്. ഒരു സ്ഥലത്തെ, ചിലപ്പോൾ ചില വ്യക്തികളെ, ചില ജീവിത അനുഭവങ്ങളെ നമ്മൾ കയ്പുള്ളതായി, വലിയ അസ്വസ്ഥതയായി കണക്കാക്കും. എന്നാൽ ഇതാ ദൈവം അതേ സ്ഥലത്തെ തന്നെ നമ്മുടെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ മധുരമുള്ള ഒരു അനുഭവമാക്കി മാറ്റുന്നു. പഴയ നിയമത്തിൽ വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു വ്യക്തിയെയും കൂടെ പരിചയപ്പെടുത്താം. അത് നമ്മുടെ പ്രിയപ്പെട്ട യാക്കോബാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിനെ കുറിച്ച് 28-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ കാണുന്ന യാക്കോബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. യാക്കോബിൻ്റെ പേര് തന്നെ എന്താണ് അർത്ഥം? ചതിയൻ എന്നാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പേര് പോലെ തന്നെ അവൻ്റെ സ്വഭാവവും അവൻ പ്രകടിപ്പിച്ചു. എന്തു ചെയ്തു? സ്വന്തം സഹോദരനെ ചതിച്ചു. അവിടുന്ന് കിട്ടാവുന്നതൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് പോവാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവന് സ്വസ്ഥതയില്ല. പോകുന്നിടങ്ങളിലൊക്കെ പരാജയം, ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബ്. ഒരുപക്ഷെ യാക്കോബ് നമ്മുടെയൊക്കെ പലരുടെയും പ്രതിനിധിയാണ്.
മറ്റുള്ളവരെ പറ്റിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല എന്നുള്ളതിൻ്റെ ശക്തമായ ഒരു അടയാളമാണ് ആര്? യാക്കോബ്. ഈ യാക്കോബ് ഇങ്ങനെ തളർന്ന് അസ്വസ്ഥപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന യാക്കോബ് ഒരു സ്ഥലത്തെത്തും. ആ സ്ഥലം ഇവൻ്റെ ഉള്ളിൽ വലിയ ഭയമാണ് കൊടുക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് ലൂസ് എന്നാണ്. എന്താണ് പേര്? ലൂസ്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 17 തിരുവചനം. എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ ആ സ്ഥലത്ത് ആരാധന ആരംഭിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്നു പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ഒരു ആത്മീയ ദർശനത്തെക്കുറിച്ചാണ്. ഭയപ്പെട്ടിരുന്ന, ശിരസ് കുനിച്ചിരുന്ന, പരാജയം മാത്രം അനുഭവിച്ചിരുന്ന യാക്കോബ് ഇതാ ഒരു ദൈവിക ഇടപെടൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്ഥലത്തിൻ്റെ തന്നെ പേര് മാറ്റപ്പെടുകയാണ്. ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, പരാജിതൻ്റെ മുകളിൽ സ്വർഗം തുറക്കപ്പെട്ട സ്ഥലം. യാക്കോബിൻ്റെ, ചതിയനായ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇത് സ്വർഗം തുറന്ന ഒരു അനുഭവമായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുക, ജീവിതത്തിൽ ദൈവം ഇപ്രകാരമാണ് നമ്മുടെ അനുഭവങ്ങളെ സ്പർശിക്കുന്നത്. നീ ഒരുപക്ഷെ ആലോചിക്കുമ്പോൾ ഇന്നലകളിലെ ചില അനുഭവങ്ങൾ വല്ലാണ്ട് വേദന ഉണ്ടാക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഓർക്കുമ്പോൾ സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണോ സങ്കടം നിറഞ്ഞ ഓർമ്മകളാണോ കൂടുതലുള്ളത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചേ. സന്തോഷം നിറഞ്ഞ കുറേ ഓർമ്മകളുണ്ടാവും, നമ്മുടെ കുടുംബത്തിലെ നമ്മുടെയൊക്കെ ചില വിശേഷ അവസരങ്ങൾ. എന്നാൽ അല്പം കൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖം നിറഞ്ഞ ചില ഓർമ്മകളാണ് നമ്മളെ പലപ്പോഴും നയിക്കുന്ന ചാലക ശക്തി. നാളുകൾക്ക് മുമ്പ് ഞാനൊരു കുടുംബനാഥനെ പരിചയപ്പെട്ടു. ഈ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ എന്നോട് ചില വർഷങ്ങളുടെ കണക്കൊക്കെ പറയാൻ തുടങ്ങി. അച്ഛാ, ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന തീയതിയാണ് ഞാൻ ഇപ്രകാരം ഒരു ദുഃഖത്തിലൂടെ കടന്നുപോയത്. അങ്ങനെ അദ്ദേഹം എൻ്റെ മുമ്പിൽ ഒരു 3-4 തീയതികൾ പറഞ്ഞു. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച ദിവസം, അത്രമേൽ അദ്ദേഹത്തിന് ദുഃഖമായിരുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ചതിച്ച ദിവസം. ഇങ്ങനെ ഒരു 3-4 തീയതികൾ. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കയ്പ് നിറഞ്ഞ ദിവസങ്ങളാണ് ദാ ഈ ദിനങ്ങൾ. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിൽ ഇതുപോലെ ചില തീയതികളൊക്കെ ഓർമ്മയിലുണ്ടാവും. സന്തോഷം നിറഞ്ഞ ഓർമ്മകളെക്കാൾ ദുഃഖം നിറഞ്ഞ, കയ്പ് നിറഞ്ഞ കുറേ ഓർമ്മകൾ. എന്നാൽ നീ ഒരു കാര്യം തിരിച്ചറിയുക, ദാ ഈ ശുശ്രൂഷാവസരത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ അനുഭവങ്ങളാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. ആ അനുഭവങ്ങളിൽ നിന്നാണ് നിൻ്റെ ജീവിതം നീ പടുത്തുയർത്തുന്നത്. ആ അനുഭവങ്ങളാണ് നിൻ്റെ അഭിഷേകത്തിൻ്റെ മേലങ്കി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഈ ശുശ്രൂഷ അവസരത്തിൽ പഠിക്കുന്ന കാര്യം. നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ അനുഭവങ്ങളും ദൈവം ഇതാ അനുഗ്രഹത്തിൻ്റെതാക്കി മാറ്റുന്നു. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 118 വചനം 5, സങ്കീർത്തനം 118 വചനം 5, ആ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അപ്പോൾ ഒരു ദുരിതവും കഷ്ടപ്പാടും ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉള്ളിൽ വരുമ്പോൾ എന്തു ചെയ്യണം? സങ്കീർത്തകൻ പറയാണ്, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഒരു ദൈവമകൻ്റെ, ഒരു ദൈവമകളുടെ വലിയ ഒരടയാളമാണിത്. നീ ഒരു ദൈവികമായ കൃപ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ പോലെ ആയിരിക്കരുത്. സാധാരണ എന്തു ചെയ്യും? ഒരു പ്രശ്നം, പ്രതിസന്ധി, ദുരിതം വരുമ്പോൾ സാധാരണക്കാരിങ്ങനെ കടന്ന് കരയും, അസ്വസ്ഥപ്പെടും. എന്നാൽ നീ അങ്ങനെ കരയരുത്. വചനം പറയുന്നു, ദുരിതത്തിൽ അകപ്പെടുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ ചെയ്താൽ
നിന്റെ ജീവിതത്തിലെ ഇപ്പോൾ കടന്നു വരുന്ന ആ ദുരിതത്തിൻ്റെ നടുവിൽ പ്രകാശം നിറയും. ഈ ദുരിതം നിനക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. അതല്ലേ നമ്മൾ വചനത്തിൽ വായിക്കുന്ന സ്ലീഹന്മാർ ചെയ്തത്? ഏറ്റവും നല്ല ഉദാഹരണം നമുക്കറിയാം, പൗലോസും സീലാസും. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുക. നമ്മളൊക്കെ മാതൃകയാക്കേണ്ടവരാണ്. ജീവിതത്തിൽ ചങ്ങലക്കിട്ട് കിടക്കുന്ന അനുഭവം, ഈ ചങ്ങലക്കിട്ട് കിടക്കുന്ന ദുരിതത്തിൻ്റെ നടുവിൽ അവർ എന്ത് ചെയ്തു? അവർ ആ ദുരിതത്തെ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു. ആ കഷ്ടപ്പാടിനെ തമ്പുരാൻ്റെ മുമ്പിൽ സ്തുതിപ്പാക്കി മാറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് കടന്നു പോകുന്ന ദുരിതത്തെ, ആ ചങ്ങലയെ, ബന്ധിക്കപ്പെട്ട അനുഭവത്തെ ദൈവ തിരുമുമ്പിൽ സ്തുതിപ്പാക്കി മാറ്റുമ്പോൾ അവിടെ ഒരത്ഭുതം സംഭവിക്കും. പൗലോസും സീലാസും തടവറയിൽ കിടന്ന് അർദ്ധരാത്രിയിൽ സ്തുതിച്ചുവെന്ന് വായിക്കുമ്പോൾ അത് നമുക്കൊരു പാഠമാണ്. പ്രത്യേകിച്ച് ഈ മഹാദുരിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഞെരുക്കങ്ങളാണ് എല്ലായിടത്തും. ഞെരുക്കം ഞെരുക്കം ഞെരുക്കം. ഈ ഞെരുക്കത്തിൻ്റെ ഇടയിൽ നീ എന്തു ചെയ്യുന്നു? ഈ ഞെരുക്കത്തിൻ്റെ ഇടയിൽ ശാന്തത കൈവിടാതെ ആ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയാൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് നിന്റെ മുമ്പിൽ ഭവിക്കും. പ്രിയപ്പെട്ടവർ, ഇതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കൃപ. സ്തുതിയുടെ നന്മ തമ്പുരാൻ്റെ മുമ്പിൽ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇടപെടുന്ന അനുഭവം. സങ്കീർത്തകൻ ഇത് വീണ്ടും ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കും. സങ്കീർത്തനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് 117 വചനം 1. വചനം പറയും, ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. സങ്കീർത്തനം എന്ന് പറയുന്ന പുസ്തകം തന്നെ വായിച്ചേ. ദാവീദ് രാജാവ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുക. ജീവിതത്തിലുണ്ടായ കണ്ണുനീരും കയ്പും എല്ലാം സമർപ്പിച്ച്, ദൈവമേ ഞാനങ്ങേ സ്തുതിക്കുന്നു, എൻ്റെ ആത്മാവെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നിങ്ങനെ സ്തുതിപ്പിൻ്റെ ജീവിതമാക്കി മാറ്റുമ്പോൾ പരാജയം, ദുഃഖം, സങ്കടം അത് അനുഗ്രഹമായിട്ട് മാറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടത്, ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു പരാജയമാണ് അല്ലേ? നമ്മൾ ചിലരെക്കുറിച്ചൊക്കെ പറയത്തില്ലേ, ഇത് വലിയ തോൽവിയാണ് അല്ലേ? ചില വ്യക്തികളെ നമ്മളെ വിളിക്കുന്നത് തോൽവികൾ എന്നാണ്. അപ്പം ചിലരോട് നമ്മൾ പറയും, ഇത് വീട്ടിലെ തോൽവിയാണ്, പരാജയമാണ്, ധൂർത്തപുത്രനാണ്, കൊള്ളിയാല, 10 പൈസയ്ക്ക് ഗുണമില്ല അല്ലേ, ചുക്കിനും ചൊണ്ണാമ്പിനും കൊള്ളില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അപ്പം ഇങ്ങനെ കൊള്ളില്ല എന്ന് കരുതി മാറ്റി വയ്ക്കപ്പെട്ടൊരു വ്യക്തിയാണോ നീ? എന്നാൽ നിന്നെ കൊള്ളാമെന്ന് ദൈവം പറയുകയാണ്. ഞാൻ കഴിഞ്ഞ നാളിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ ആ കുടുംബത്തിലെ അമ്മയെ, പ്രായമായ അമ്മയെ, ആ അമ്മയെ ശുശ്രൂഷിക്കുന്നത് ആ കുടുംബത്തിൽ ധൂർത്തപുത്രൻ എന്ന് പറഞ്ഞ് പേര് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ട മകൻ ഇപ്പോൾ ഈ അമ്മയെ ശുശ്രൂഷിക്കുകയാണ്. അതായത് ആ വീട്ടിൽ ഒത്തിരി അംഗങ്ങളുണ്ട്, അതായത് കഴിവുകളുള്ളവരുണ്ട്, പണമുള്ളവരുണ്ട്, അധികാരമുള്ളവരുണ്ട്. എന്നാൽ ആ കുടുംബത്തിൽ വഴിതെറ്റിപ്പോയ ധൂർത്തപുത്രൻ എന്ന പേരിൽ ഒരുവനുണ്ട്. അവനൊന്നിനും കൊള്ളില്ല എന്നാണ് പണ്ട് മുതൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ അമ്മയെ ശുശ്രൂഷിക്കുന്നത്, അമ്മയുടെ കൂടെ ഇരിക്കുന്നത്, അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതൊക്കെ ആരാ? ധൂർത്തപുത്രനായിട്ട് മാറ്റി നിർത്തപ്പെട്ട കഴിവില്ലാതിരുന്ന ഇവനാണിതാ ഈ അമ്മയെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ നീ ഓർക്കേണ്ട കാര്യം, ഇത് എനിക്കും നിനക്കുമുള്ള ഒരു വിളിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചു തരുന്നൊരു വിളിയാണ്. പ്രത്യേകിച്ച് പത്രോസ്ലീഹായെ പഠിച്ചാൽ മതി. പത്രോസ്ലീഹ ഈ കാര്യം ആവർത്തിച്ച് തൻ്റെ സ്വഭാവ സവിശേഷതയിലൂടെ പഠിപ്പിക്കും. പത്രോസിനെ നമുക്കറിയാം. ആരാ ഈ പത്രോസ്? അവൻ്റെ തൊഴിലെന്താ? തൊഴിൽ മീൻപിടുത്തക്കാരനായ പത്രോസ്. ഇവൻ്റെ സ്വഭാവ ശൈലി എന്താ? അവൻ്റെ സ്വഭാവത്തിൽ ദേഷ്യം, അരിശം, എടുത്തുചാട്ടം അല്ലേ? എല്ലാത്തിനും യെസ് പറയും. പക്ഷേ പിന്നീട് നമുക്കറിയാം അവൻ്റെ പല പെരുമാറ്റത്തിലും കാണുന്നത് എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ പത്രോസിനെ പറ്റി പല കാര്യങ്ങളും പറയും. എങ്കിലും ഈ വിഷയത്തോട് ചേർന്നൊരു കാര്യം നമ്മൾ പഠിക്കണം. അതായത് യോഹന്നാൻ്റെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാം തിരുവചനം. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 18
വേഴ്സ് 25 പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല എന്ന് അവൻ തള്ളിപ്പറഞ്ഞു. അപ്പം യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് എഴുതിയിരിക്കുക, വെറുതെ എഴുതിയിരിക്കുകയല്ല, അവൻ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പത്രോസ് ആ അന്തരീക്ഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യേശുവിനെ തള്ളിപ്പറഞ്ഞ സമയം അവൻ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒന്നല്ല 3 തവണ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ യോഹന്നാൻ ശ്ലീഹ കൃത്യമായി ഒരു കാര്യം കൂടെ നമ്മളെ പഠിപ്പിക്കും. ഇതൊരു സൗഖ്യത്തിൻ്റെ നിലപാടാണ്. ഇതാ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 9 തിരുവചനം. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സ് 9. വചനത്തിൽ ഇങ്ങനെയാണ്: കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നു, തീ കൂടിയിരിക്കുന്നു. ഓർമ്മയുണ്ടോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ദാ അടുത്ത നിമിഷത്തിൽ ഇതാ വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ പക്കൽ ഇതാ പത്രോസ് കടന്നു വരുമ്പോൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവർ, അവിടെ വെച്ചാണ് പത്രോസ് ലീഹ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു 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 എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവൻ നിത്യവ്രതം ഏറ്റെടുത്തത്. നമുക്കറിയാം പത്രോസിൻ്റെ ജീവിതത്തിൽ അതൊരു സൗഖ്യത്തിൻ്റെ മേഖലയായിരുന്നു. എവിടെയാണോ, ഏത് സാഹചര്യത്തിലാണോ, ഏത് അന്തരീക്ഷത്തിലാണോ അവൻ തള്ളിപ്പറഞ്ഞത്, അതേ അന്തരീക്ഷത്തെ ഇതാ ദൈവം അവന് സൗഖ്യത്തിൻ്റെ തലമായി ഉയർത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മളെ കരഞ്ഞതും കണ്ണുനീരൊഴുക്കിയതും ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതാ നേട്ടങ്ങളാക്കി കർത്താവ് മാറ്റുകയാണ്. നാളുകൾക്ക് മുമ്പ് ഒരമ്മ സങ്കടത്തോടെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകളെക്കുറിച്ച് എനിക്ക് വലിയ സങ്കടമാണ്. മകളെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്ന അമ്മ ഈ സങ്കടം ഉള്ളിൽ കൊണ്ടു നടക്കുവാണ്. കാരണം ഇപ്പോൾ ഈ മകളുടെ പെരുമാറ്റ ശൈലി, ചില കൂട്ടുകെട്ടുകൾ എല്ലാം തകിടം മറിഞ്ഞ് ഈ അമ്മ സങ്കടത്തിലാണ്. ഈ അമ്മ പറഞ്ഞു കേട്ട കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. വചനമെടുത്ത് വായിച്ചപ്പോൾ വചനം നമ്മുടെ മുമ്പിൽ ലഭിച്ചത് യേശയ്യയുടെ പുസ്തകം 59 അധ്യായം 1 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 59 വേഴ്സ് 1. വചനം പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഇതാണ് ലഭിച്ച വചനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം അറിയാം, കർത്താവിന് രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ രക്ഷിക്കാൻ, നിന്റെ നിലവിളി കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവം ഇടപെടും, ദൈവം ഇടപെടും. പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ഈ സ്ത്രീ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ മകളെ ഓർത്ത് ഒത്തിരി കരഞ്ഞു. ഇന്ന് എൻ്റെ മകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം അത്രത്തോളം ഈ അമ്മയുടെ പ്രാർത്ഥന ഈ മകളുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി. ഇന്ന് ഈ മകളെക്കുറിച്ച് അഭിമാനിക്കത്തക്ക കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടായി. പത്രത്തിലൊക്കെ പടം വന്നു. അപ്പോൾ അപ്രകാരം അഭിമാനിക്കത്തക്ക തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇന്ന് ഈ അമ്മ തമ്പുരാന് നന്ദി പറയുന്നു. എവിടെയാണോ പരാജയപ്പെട്ടത്, ആരെ ഓർത്താണോ നിങ്ങളുടെ സങ്കടം, അവിടെ തന്നെ ദൈവം നമ്മളെ ഉയർത്തും. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ സത്യം, ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ്, ഉൽപ്പത്തി പുസ്തകം അവസാനം അധ്യായം 50 അധ്യായം 20 തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ സത്യം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമുക്കിത് പ്രഖ്യാപിക്കാം. ഈ ശുശ്രൂഷാവസരത്തിൽ നമ്മളിത് പ്രഖ്യാപിക്കുകയാണ്. നിൻ്റെ കുടുംബത്തിലുള്ള, നിൻ്റെ സൗഹൃദ വലയത്തിലുള്ള, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് സമസ്ത മേഖലയിലും നിനക്ക് പ്രഖ്യാപിക്കാം, ഇന്നലകളിലെ എൻ്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ, സങ്കടങ്ങളെല്ലാം കർത്താവ് എനിക്ക് അനുഗ്രഹമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.